ഹലോ ഓൾ, നമ്മളിന്ന് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കപ്പാസിറ്റൻസ്, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആൻഡ് പൊട്ടൻഷ്യലിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യാണ് നോക്കുവാണ്. നമ്മൾ അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിന്റെ റിമൈനിങ് പോർഷൻ, അപ്പോൾ ഇതിന് മുന്നേയുള്ള പ്രീവിയസ് പോർഷൻ കാണാത്തവർ എന്ത് ചെയ്യുക, പ്രീവിയസ് പോർഷൻ കണ്ടിട്ട് എന്ത് ചെയ്യുക വരിക, ബിക്കോസ് അതിനകത്ത് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്ററിന്റെ മറ്റ് പല അൺടച്ച്ഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. നമുക്കൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: what will be the effect on capacity of a parallel plate condenser when area of each plate is doubled and distance between them is also doubled? ഈ കപ്പാസിറ്ററിന്റെ ജോമെട്രിയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട്. എല്ലാ എക്സാംസിലും ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതായത് ഈ ജോമെട്രിക്കൽ പാരാമീറ്ററും എങ്ങനെയാണ് കപ്പാസിറ്റൻസുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞ് ചോദ്യം വരാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എങ്ങനെയാണെന്ന് എഴുതി നോക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ലെറ്റ് മീ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും. ആ രണ്ട് പ്ലേറ്റ്സിനിടയിൽ നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ദിസ് ഇസ് ദി ഡിസ്റ്റൻസ് ഡി ആൻഡ് ദിസ് ഇസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ഡി ഡിസ്റ്റൻസിലുള്ള എ ഏരിയ ഉള്ള ഒരു പ്ലേറ്റ് ആണ്. വാട്ട് വിൽ ബി ദി എഫക്റ്റ് ഓൺ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കണ്ടൻസർ വെൻ ദി ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് ഇസ് ഡബിൾഡ്? അപ്പോൾ ആദ്യം ഇതിനൊരു കപ്പാസിറ്റൻസ് ഉണ്ടല്ലോ, ഞാൻ അതിനെ സി എന്ന് വിളിക്കുകയാണ്. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ സി? എ എപ്സിലൺ 0 ഡിവൈഡഡ് ബൈ ഡി. അതിൽ എ എന്ന് പറയുന്നത് ആദ്യത്തെ ഏരിയ ആണ്, ഡി എന്ന് പറയുന്നത് ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അവർ ആ ഏരിയ ഡബിൾ ചെയ്തു, ഡിസ്റ്റൻസും എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് ന്യൂ ഏരിയ ആൻഡ് ന്യൂ ഡിസ്റ്റൻസ്. എ ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2a, ഡി ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? 2d. നമ്മൾ ബോർഡ് എക്സാംസിനൊക്കെ എഴുതുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക കൊടുക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡി ഡാഷ് എന്നൊക്കെ എഴുതുന്നത്. സോ എ ഡാഷ് ഇസ് ഈക്വൽ ടു 2a ആൻഡ് ഡി ഡാഷ് ഇസ് ഈക്വൽ ടു വാട്ട്? 2d എന്ന് കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സി ഡാഷിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് കപ്പാസിറ്റൻസ്. സി ഡാഷ് ഇസ് ഈക്വൽ ടു പറഞ്ഞു പുതിയ ഏരിയ, അതെന്താണ്? 2a എന്ന് പറഞ്ഞു. എപ്സിലോൺ 0ക്ക് യാതൊരു മാറ്റവുമില്ല, സെയിം ഏരിയ തന്നെ, നമ്മുടെ എയർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മീഡിയം. നമ്മൾ മീഡിയത്തിനൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആൻഡ് ഡി ഡാഷ് ബിക്കംസ് വാട്ട്? 2d. സി നിങ്ങൾ തന്നെ പറ, 2 get cancel and you get a epsilon 0 by d itself, that is c dash is still equal to what? c. അതായത് നിങ്ങൾ ഏരിയ ഡബിൾ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഡിസ്റ്റൻസും ഡബിൾ ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കപ്പാസിറ്റൻസിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഏരിയ ഡബിൾ ചെയ്തു, അതേപോലെ തന്നെ ഡിസ്റ്റൻസും ഡബിൾ ചെയ്താലുള്ള പ്രശ്നമാണ് ഈ പറയുന്നത് ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്. അപ്പോൾ അത് ജോമെട്രിക്കൽ ആയിട്ടുള്ളൊരു കണ്ടീഷനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്, ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് വൺ. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം: ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എ സ്കേലാർ ഓർ എ വെക്ടർ? വളരെ എന്താ പറയുക, ഒരു സെക്കൻഡ് ചാപ്റ്ററിന്റെ ഉദ്ദേശചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? അപ്പോൾ നമുക്കറിയാം ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്കും സ്കേലാർ ക്വാണ്ടിറ്റിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിന് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം, വെക്ടർ ഓൾജിബ്ര ഫോളോ ചെയ്തിരിക്കണം, വെക്ടർ ഓൾജിബ്ര വെച്ച് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുക? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. പക്ഷേ സ്കേലർ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇനി മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതെല്ലാം വെക്ടർ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ വെക്ടർ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതേ കോൺസെപ്റ്റുകളുടെ ഒരു സ്കേലാർ ഫോർമാറ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, all these things are actually related to work done and energy, therefore it belongs to the category of what? Scalar quantity. അപ്പോൾ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് എന്തില്ല, അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, നെഗറ്റീവ് പൊട്ടൻഷ്യലും പോസിറ്റീവ് പൊട്ടൻഷ്യലും ഒക്കെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നെഗറ്റീവ് പൊട്ടൻഷ്യലും പോസിറ്റീവ് പൊട്ടൻഷ്യലും ഒക്കെ ഉണ്ട്. ഈ നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ കാണിക്കുന്ന അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വലിപ്പ ചെറുപ്പമാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ചാർജ് ആണ് അവിടെ ആ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതെന്ന് മാത്രമേ എൻ്റെ മീനിങ് ഉള്ളൂ. അതിന് ഡയറക്ഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ബോർഡ് എക്സാമിന് നമ്മൾ ചുമ്മാ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് അതിനകത്ത് ഡിഫെൻഡ് ചെയ്ത് കിട്ടത്തില്ല. എങ്ങനെ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പ്രൂവ് ചെയ്യാം? ജസ്റ്റ് റൈറ്റ് ദി ഫോർമുല ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, അതായത് എ തുടങ്ങി ബി വരെ നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് ഡൺ അല്ലേ? ഫ്രം എ ടു ബി യു ആർ ബ്രിങ്ങിങ് സം ചാർജ് ആൻഡ് ഐ എം കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? Q0.
Q0 is nothing but the test charge. A മുതൽ B വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് ചാർജിന് എന്ത് ചെയ്യണം, പതിയെ ഇങ്ങനെ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ the work done from A to B, the work done from A to B on test charge is what we call as the potential difference between A and B, VAB. So this is the direct standard formula for what potential difference. See, എന്തുകൊണ്ട് ഇത് സ്കേലാർ ആയെന്നുള്ളത് ഇതിന് വലിയൊരു പ്രൂഫ് നമുക്ക് എഴുതാനില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, വർക്ക് ഡൺ ഫ്രം A to B എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്കറിയാം വർക്കിന്റെ ഫോർമുല ആലോചിച്ചാൽ മതി. വർക്ക് എന്ന് പറയുന്നത് F.S ആണ്, ശരിയല്ലേ? ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ FS cos θ ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്, പക്ഷേ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വർക്കിനെ. അതുകൊണ്ട് വർക്ക് എന്തായിരിക്കും, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ചാർജ് സ്കേലാർ ആണോ വെക്ടർ ആണോ? ചാർജ് ഓൾറെഡി എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ സ്കേലാർ ക്വാണ്ടിറ്റി വുഡ് ഗിവ് യു എ സ്കേലാർ ക്വാണ്ടിറ്റി ഓൺലി. ദാറ്റ്സ് വൈ വർക്ക് ഡൺ ഫ്രം A to B ഡിവൈഡഡ് ബൈ ചാർജ്, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, എന്തല്ല വെക്ടർ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ബോർഡ് എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട രീതി ഇങ്ങനെയാണ്. ലെറ്റ് A be a point from where we are displacing a charge Q0 to B using a force F. The work done is WAB and the charge is what, Q0. Therefore, the ratio of work done to the charge is what we called as the potential difference between A and B. എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ സാധിക്കും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഈ ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഐഡിയാസ് അവിടെ വരുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യമാണ്, വർക്ക് ഡൺ ബൈ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E in moving a charge Q a distance D from A to B. ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, ഡിയും എയും ബി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ശ്രദ്ധിക്കുക. നമുക്ക് പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ മാത്രം, ആ കീവേഡുകൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. കണ്ടുപിടിക്കേണ്ട ഒരു സാധനം അത് വർക്ക് ഡൺ ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വാല്യൂ പറഞ്ഞിരിക്കുന്നത് E ആണ്. ഇൻ മൂവിങ് എ ചാർജ് Q എ ഡിസ്റ്റൻസ് D ഫ്രം A to B. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും അല്ലേ. ഒന്ന് A എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, മറ്റൊന്ന് B എന്ന് പറയുന്നൊരു പോയിന്റ്. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചാർജിനെ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ഏത് ചാർജാണ്, Q എന്ന് പറയുന്ന ചാർജാണ്, ശരിയല്ലേ? Q ഇസ് ദ ചാർജ്. അപ്പോൾ Q എന്ന് പറയുന്ന ചാർജിനെ A തുടങ്ങി B വരെ നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കുക. അങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ എയിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ഡൺ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? വർക്കിൻ്റെ ബേസിക് ഫോർമുല എന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഇസ് ദ ബേസിക് ഫോർമുല ഓഫ് വർക്ക്? ഞാൻ കുറച്ചുകൂടെ മുന്നേ പറഞ്ഞുള്ളൂ, വർക്ക് എന്ന് പറയുന്നൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെക്ടേഴ്സ് വെച്ചിട്ടാണ്. ദാറ്റ് ഇസ് F.S. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഡിസ്റ്റൻസ് D ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ A to B ഉള്ള ഡിസ്റ്റൻസിന് ഞാൻ D എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം, F വെക്ടർ ഡോട്ട് വാട്ട് D വെക്ടർ. ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ അല്ലേ. A നിന്ന് ബിയിലേക്ക് മാർക്ക് ചെയ്തേക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോട്ട് പ്രൊഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നതാണ് cos θ ആണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും, FD cos θ ആണ്. FD cos θ. ഇനി ഇതിനകത്ത് F എന്താന്ന് D എന്താന്നൊക്കെ ഡിഫൈൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. F എന്ന് വെച്ചാൽ എന്താണ്, വാട്ട് ഇസ് എ ഫോഴ്സ് റിക്വയർഡ് ടു. ഇപ്പം ഞാൻ പറയണം, A എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് Q ഉള്ളൊരു ചാർജിനെ, A എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് Q ചാർജിനെ ഞാൻ എന്ത് ചെയ്യണം, B ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യിക്കണം. ശരിയല്ല, അങ്ങനെയല്ലേ കാണിച്ചേക്കുന്നത്. A നിന്ന് ബിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ടല്ലേ കാണിച്ചേക്കുന്നത്, ആണോ അല്ലയോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ്, അത് E ആണ്. അതെന്താണ്, E ആണ്. ബിയിലും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ്, അതും E തന്നെയാണ്. പക്ഷേ ഡയറക്ഷനെ കുറിച്ച് ഈ ക്വസ്റ്റ്യനിലെങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് E എന്നേ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. എല്ലാ സ്ഥലത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്, അത് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? The electric field is what? Uniform. അതുകൊണ്ട് തന്നെ ഈ ചാർജ് ഇവിടെ ഞാൻ A എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ A എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ ഒരു ചാർജിനെ പ്ലേസ് ചെയ്താൽ, സപ്പോസ് ഇവിടെയാണ് എൻ്റെ ചാർജ് ഇരിക്കുന്നത് വിചാരിക്കാം, ഒരു വേറെ കളർ ടോൺ യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദി ലൊക്കേഷൻ ഓഫ് ചാർജ്, ദിസ് ഇസ് Q. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്, ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് E എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം.
ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് ചാർജിനെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ആലോചിച്ചു. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജിനെ കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കും? യു വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് അല്ല? അതല്ലേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു വാട്ട്? എഫ് ബൈ ക്യൂ ഓർ ക്യൂ ഇ ഇസ് ഈക്വൽ ടു വാട്ട്? എഫ് എന്ന് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ശരിയാണോ? അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ക്യൂ ഇ ആയിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ ഇ എന്ന് കൊടുക്കാൻ പറ്റും. സോ ഡബ്ല്യു ഈക്വൽസ് ക്യൂ ഇ ഇൻറ്റു ഡി ഇൻറ്റു വാട്ട്? കോസ് തീറ്റ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു വാട്ട്? ക്യൂ ഇ ഡി കോസ് തീറ്റ. ഇതിൽ ഇതാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഉത്തരമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഓപ്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ക്യൂ ഇ ഡി കോസ് തീറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതൊക്കെ ഇല്ല, ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ക്യൂ ബൈ ഇ ഡി, ഇത് തെറ്റാന്ന് പറഞ്ഞൂടെ? ശരിയാണോ? ക്യൂ ഇ ബൈ ഡി അതും എന്ത് ചെയ്യില്ല, വരില്ല. കാരണം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്, അത് എന്ത് ചെയ്യില്ല, വരില്ല. അപ്പോൾ ക്യൂ ഇ ബൈ ഡി സ്ക്വയർ ഇതും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ആകെ പോസിബിലിറ്റി ഉള്ള ആർക്ക് മാത്രമാണ്? എ എന്ന് പറഞ്ഞ ഓപ്ഷന് മാത്രമല്ലേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് സംശയം വരാം, ഈ കോസ് തീറ്റ എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്രയേ ഉള്ളൂ അതിന്റെ മീനിങ്. ഈ കോസ് തീറ്റ അവിടെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദാറ്റ് ഇസ് കോസ് തീറ്റ ഈക്വൽസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോസ് തീറ്റ ഈക്വൽ ടു 1 ആവുന്ന ഒരേ ഒരു ആംഗിളേ ഉള്ളൂ. ദ ആംഗിൾ ഇസ് വാട്ട്? തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി. ദാറ്റ് മീൻസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചാർജിനെ മൂവ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിരിക്കുന്നതും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ കോസ് 0 എടുത്ത ആൻസർ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. സോ സ്വാഭാവികമായിട്ടും if theta equals 0 you will get a possibility of QED. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് QED ആയതുകൊണ്ട് ഐ ക്യാൻ ഗോ വിത്ത് ദി ആൻസർ QED. അവർ ക്വസ്റ്റ്യനിൽ ഡയറക്ഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എടുക്കുന്ന ഒരു സെക്കൻഡറി അസംഷൻ ആണെന്ത്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുണ്ടാവുന്ന ആംഗിൾ എങ്ങനെയായിരിക്കാം? 0 ഡിഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പാരലൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിക്കാൻ സാധിക്കും. ഇസ് ദാറ്റ് ഓക്കെ? ശരിയല്ലേ? അത് ഓക്കെ അല്ലേ? ശരി. Moving on to the next question. The capacitance of a parallel plate capacitor. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ്, കഴിഞ്ഞ റെക്കോർഡിങ്ങിൽ ഞാനത് പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പറഞ്ഞ ഡീറ്റെയിലിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം നമ്മളത് ആ ഡാറ്റയൊക്കെ വായിച്ച് ഒത്തിരി നേരമൊക്കെ സമയമൊക്കെ എടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് വായിക്കാനുള്ള ഒരു ക്ഷമ മാത്രം കാണിച്ചാൽ മതി. കാരണം അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഒരുപാട് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ആവശ്യമുള്ള ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. സോ എപ്പോഴും എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. അത് ആക്ച്വലി അത് വളരെ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. നമുക്ക് നോക്കാം. ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇസ് 5 മൈക്രോഫാരഡ്. ശരി. When a glass slab of thickness equal to the separation between the plates is introduced, between the plates, the potential difference reduces to 1/8 of the original value. The dielectric constant of glass is. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനൊന്നുമില്ല. ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്, അതിന് നടുക്കുള്ള സ്പേസിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം? വി ആർ ആക്ച്വലി ഫില്ലിംഗ് വാട്ട്? സം ഡയലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം. കാണുന്നില്ല? നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ. ഈ സാധനം ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം? ഗ്ലാസ് പ്ലേറ്റ് ഫില്ല് ചെയ്യണം. വി ആർ ആക്ച്വലി ഇൻട്രൊഡ്യൂസിങ് ഗ്ലാസ് സ്ലാബ് തിക്നെസ് ഈക്വൽ ടു ദ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് സ്ലാബ് ഒക്കെ കാണിക്കാമല്ലോ. ഓക്കെ. അപ്പം ഞാൻ യെസ്, ഇങ്ങനെയാണ് എടുത്തു. ഇതിനിടയിൽ ഞാനൊരു ഗ്ലാസ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ദാറ്റ് മീൻസ് ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഗ്ലാസ് സ്ലാബ് ഇൻ ബിറ്റ്വീൻ ദ സ്പേസ്. ഞാനൊരു ഗ്ലാസ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഒരു കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു സാധനം നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് K ആണെന്ന് വിചാരിക്കുക. സപ്പോസ് K ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റൻസ് C ന്യൂ
ഞാൻ സി ന്യൂ എന്നൊക്കെ എഴുതുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. സി ന്യൂ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു വെച്ചാൽ കെ ടൈംസ് സി ഓൾഡ് ആണ്. ഈ ന്യൂ ഓൾഡ് എന്നൊക്കെ എഴുതുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അതായത് പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ പഴയ കപ്പാസിറ്റൻസിന്റെ കൂടെ നിങ്ങൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത് കപ്പാസിറ്റൻസിൽ വരുന്ന മാറ്റമാണ്. ഇങ്ങനെ കപ്പാസിറ്റൻസ് മാറുമ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മാറുന്നത്? ഇതിനകത്ത് 2-3 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇവിടെ കപ്പാസിറ്റൻസിനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ is 5 microfarad. When a glass slab of thickness equal to the separation between the plate is introduced between the plates, the potential difference reduces to 1/8 of its original value. The dielectric constant of the glass is. ഇവിടെ പൊട്ടൻഷ്യൽ മാറിയതായിട്ടാണ് പറയുന്നത് അല്ലേ. നിങ്ങളൊരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇട്ടപ്പോഴത്തേക്കും ആ കപ്പാസിറ്റൻസിന്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം കപ്പാസിറ്റർ എന്ത് ചെയ്തു, ബാറ്ററിയിൽ കണക്ട് ചെയ്തിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പതിയെ ആ ബാറ്ററിയിൽ നിന്ന് അത് ഊരി മാറ്റി. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ബാറ്ററിയുമായി കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്നതും കണക്ഷൻ വിടിയിപ്പിച്ച് ഇൻസേർട്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബാറ്ററി എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, മുറിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ റിലീസ് ചെയ്താൽ, അതായത് ബാറ്ററിയിൽ നിന്ന് റിലീസ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു കപ്പാസിറ്റർ ഇങ്ങനെ എടുക്കുന്നു, അത് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ചാർജ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി കോൺസ്റ്റന്റ് ആണ്. ചാർജിനെ എസ്കേപ്പ് ചെയ്യാൻ വഴികളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ചാർജിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ചാർജ് റിമൈൻസ് ആസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഗെറ്റ് ചേഞ്ച്ഡ്. അപ്പോൾ എങ്ങനെ മാറും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാർജിന്റെ ഫോർമുല എന്താണ്, Q is equal to what, CV ആണ്. അതിന് മാറ്റമില്ല. അത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത സമയത്താണെങ്കിലും അതെ വിടിയിപ്പിച്ചതിന് ശേഷം ഈ ചാർജിന്റെ വാല്യൂന് യാതൊരു മാറ്റമില്ല. കാരണം ചാർജിന് എസ്കേപ്പ് ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ എന്ത് ചെയ്ത് മാറ്റി, ഇത് വിടിയിപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ചാർജ് വാല്യൂ റിമൈൻസ് സെയിം മീൻസ് ചാർജ് ബിഫോർ ദി ഡിസ്കണക്ഷൻ ഓഫ് ബാറ്ററി. ഡിസ്കണക്ഷൻ മുന്നേയും ഡിസ്കണക്ഷന് ശേഷവും അല്ലെങ്കിൽ ആ കണക്ഷൻ ആ സമയത്തും അതിന് ശേഷമുള്ള കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കുക, ബോത്ത് ആർ ആക്ച്വലി സെയിം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് മാറ്റം ഉണ്ടാവുന്നത്? കപ്പാസിറ്റൻസ് മാറിയിട്ടുണ്ടാവും, പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ടാവും, മാറിയിട്ടുണ്ടാവും. സോ ഹൗ ക്യാൻ ഐ റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഇൻ ദ സെക്കൻഡ് കേസ്? രണ്ടാമത്തെ കേസിലെ പൊട്ടൻഷ്യൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഫോർമുല നോക്കിയാൽ മാത്രം മതി. ദ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ വാട്ട്, C ആയിരിക്കും. അപ്പോൾ പുതിയ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും വരിക? വാട്ട് ഇസ് ന്യൂ പൊട്ടൻഷ്യൽ? ദ ന്യൂ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ബിക്കംസ് Q. ആ Qന് മാറ്റമില്ല, അത് പഴയ Q തന്നെയാണ് അല്ലേ. ഡിവൈഡഡ് ബൈ C ന്യൂ. വാട്ട് ഇസ് C ന്യൂ? ഞാൻ പറഞ്ഞു C ന്യൂ എന്ന് പറഞ്ഞാൽ K ടൈംസ് C ഓൾഡ് ആണ്. ശരിയാണോ? K ടൈംസ് C ഓൾഡ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് ഇപ്പുറത്തേക്ക് എഴുതിയാണ്. ദ ന്യൂ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു Q by K into C old അല്ലേ. Q by C എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണത്, V ഓൾഡ് ആണ് അല്ലേ. സോ V ഓൾഡ് എന്ന് ഞാൻ എഴുതിയാണ്. ഓൾഡ് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം, K എന്ന് കൊടുക്കാം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സിംപ്ലി ടേക്ക് V ന്യൂ, പുതിയ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുലയാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പുതിയ പൊട്ടൻഷ്യൽ V ഓൾഡ് ബൈ K ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് കപ്പാസിറ്റൻസ് K ടൈംസ് കൂടുകയും പൊട്ടൻഷ്യൽ K ടൈംസ് ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1/K ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതല്ലേ അവർ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെഡ്യൂസസ് ടു 1/8. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് എത്രയായി? പഴയ പൊട്ടൻഷ്യലിൻ്റെ 1/8 ആയി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ പോരെ. V ന്യൂ ഇസ് ഈക്വൽ ടു V ഓൾഡ് ബൈ K ആണെങ്കിൽ, V ന്യൂ ഇസ് ഈക്വൽ ടു V ബൈ 8 ആണെങ്കിൽ Kയുടെ സ്ഥാനത്തല്ലേ 8 കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയായിരിക്കണം? 8 ആയിരിക്കണം എന്നാണ് അർത്ഥം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത്രയും വലിച്ചേരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ലോജിക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനസ്സിലാക്കിക്കോളാം, K അടങ്ങുന്ന ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരു സാധനം കപ്പാസിറ്റർ ഇടയിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ കപ്പാസിറ്റൻസ് K ടൈംസ് ആയിട്ട് കൂടും. അറ്റ് ദ സെയിം ടൈം ദ പൊട്ടൻഷ്യൽ റെഡ്യൂസസ് ടു വാട്ട്, ബൈ K ടൈംസ്. സോ V ന്യൂ ബിക്കംസ് വാട്ട്, V ഓൾഡ് ഡിവൈഡ് ബൈ വാട്ട്, K എന്നായിരിക്കും എന്ത് ചെയ്യുക വരാൻ പോകുന്നത്. So let's move on to the next question. So the answer is what? Simply what? 8 ആയിരിക്കും കേട്ടോ. അതിനകത്ത് സംശയമില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, 8 ആയിരിക്കും. അടുത്തത് 2 point charges Q and minus 2Q are kept d distance apart. Find the location of point relative to charge Q at which potential due to the system of charges is 0. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ട് ചാർജ് ഉണ്ട്, രണ്ട് ചാർജ് എല്ലാം കൂടെ കൂടിച്ചേരുന്ന ഏതോ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ രണ്ട് ചാർജ് ഇരിക്കുന്ന സിസ്റ്റത്തിന്റെ ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ്. അപ്പോൾ ഞാൻ അതിന്റെ സിസ്റ്റം ഒന്ന് വരയ്ക്കാം. നമുക്ക് രണ്ട് ചാർജ് ഉണ്ട് അല്ലേ. ഞാൻ ആ രണ്ട് ചാർജിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ, ലെറ്റ് മീ ഹൈലൈറ്റ് ദാറ്റ്.
This is charge Q and this is charge minus 2Q. Okay. They are actually being separated by a distance of d. രണ്ട് പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? d എന്ന് വിചാരിക്കുക. Okay. So this is charge Q. This is charge minus 2Q. Q and minus 2Q d distance apart ആണ്. ഇനി find the location of point relative to charge Q at which potential due to the system of charge is 0. അതായത് Q എന്ന് പറയുന്ന ചെറിയ ചാർജിൽ നിന്ന് എത്ര ദൂരെയാണ് പൊട്ടൻഷ്യൽ 0 ആകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ക്യൂവിൻ്റെ റൈറ്റ് പോയിന്റ് കൊടുക്കാം, ലെഫ്റ്റ് പോയിന്റ് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ രണ്ട് ചാർജുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായതുകൊണ്ട് ഞാൻ പറയുന്നത് ക്യൂവിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതോ ഒരു പോയിന്റ്, അതായത് ഞാൻ പറയുന്നത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് ആ പോയിന്റ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ദിസ് ഇസ് ദി ലൊക്കേഷൻ ഐ ഹാവ് ഫൗണ്ട്. അറ്റ് ദിസ് ലൊക്കേഷൻ ദ പൊട്ടൻഷ്യൽ ഇസ് ഫൗണ്ട് ടു ബി വാട്ട്? 0. നമുക്ക് ആ ലൊക്കേഷൻ അറിയത്തില്ല. ഏതോ ഒരു പോയിന്റിൽ, അതായത് ആ ക്യൂവും മൈനസ് 2Q ഇരിക്കുന്ന ഏതോ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും എന്ന് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു. ആ ഇരിക്കുന്ന ദൂരത്തിന് ഞാൻ കൊടുക്കുകയാണ് എക്സ് എന്ന് കൊടുക്കുകയാണ്. ബാക്കി വരുന്ന ദൂരം ആക്ച്വലി d മൈനസ് എക്സ് ആയിരിക്കും. സംശയമില്ല, ശരിയല്ലേ? മൊത്തം ഡിസ്റ്റൻസ് d അല്ലേ, കുറച്ച് ഭാഗം എക്സ് പോയി, അപ്പോൾ മറ്റേ ഭാഗം എന്തായിരിക്കും? d മൈനസ് എക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് എ എന്ന് പറയുന്ന പോയിന്റായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണെന്ന് ഞാൻ എന്ത് ചെയ്തു എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ 0 ആയി പോകുന്നത്? കാരണം പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊട്ടൻഷ്യൽ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റികളുടെ ഓൾജിബ്രൈക് സം എന്ന് പറയുന്നത് ഒരാൾ പോസിറ്റീവും മറ്റേ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രണ്ട് സാധനങ്ങളും ഈക്വൽ ആയിട്ട് വന്ന് ആഡ് ചെയ്താൽ എന്തായി പോകും? 0 ആയി പോകത്തില്ല. ഒരാൾ പോസിറ്റീവും മറ്റേ നെഗറ്റീവ് ആണെങ്കിൽ ഇഫ് യു കമ്പൈൻ ഇറ്റ് യു വിൽ ഗെറ്റ് ആൻസർ വാട്ട്? 0. അതേ ലോജിക്കാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് എ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോകണം. വാട്ട് ഇസ് പൊട്ടൻഷ്യൽ അറ്റ് എ? ഞാൻ ഡിഫൈൻ ചെയ്യണം. വാട്ട് ഇസ് പൊട്ടൻഷ്യൽ അറ്റ് എ? ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇവിടെ ഒരു ചാർജ് അല്ല, രണ്ട് ചാർജ് ഉണ്ട്. അപ്പോൾ രണ്ട് ചാർജ് കാരണവും അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകാം. ആദ്യം ഞാൻ Q കാരണം എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ ഞാൻ എഴുതണം പൊട്ടൻഷ്യൽ അറ്റ് എ ഇസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു വാട്ട്? മൈനസ് 2Q. ഇതായിരിക്കില്ല എൻ്റെ ഉത്തരം. പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Qവും പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൈനസ് 2Qന്റെ സം ആയിരിക്കും. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ശരി, ആ പൊട്ടൻഷ്യൽ അറ്റ് എ ആണ് നമ്മൾ എന്താന്ന് പറഞ്ഞേക്കുന്നത്? 0 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ 0 എന്ന് മാർക്ക് ചെയ്യണം. അതായത് 0 ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് Q. വാട്ട് ഇസ് പൊട്ടൻഷ്യൽ അറ്റ് Q? നത്തിങ് ബട്ട് KQ ബൈ എന്താണ്? എക്സ് ആണ്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ KQ ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. പൊട്ടൻഷ്യൽ ആണെങ്കിൽ എന്തായാലും KQ ബൈ എക്സ് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? ആ ചാർജ് എടുത്തിരിക്കുന്ന ലൊക്കേഷൻ അതുമായിട്ടുള്ള ഡിസ്റ്റൻസ്, ശരിയല്ല? KQ ബൈ എക്സ്. ഇനി അതേപോലെ മൈനസ് 2Qന്റെ ആണെങ്കിലോ സിംപ്ലി പറഞ്ഞാൽ ദാറ്റ് ഇസ് മൈനസ് 2KQ ബൈ വാട്ട്? d മൈനസ് എക്സ്. തീർന്നില്ലേ? ഇതിൽ ഡൗട്ട് വരാനുള്ള സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഫോമുല, അതായത് KQ ബൈ എക്സ്, ഈ K എന്ന് പറയുന്ന സാധനം എന്താ നിങ്ങൾ ചിന്തിക്കണം. K എന്ന് പറഞ്ഞാൽ പറഞ്ഞ 1/4 എപ്സിലോൺ 0 ആണ്. അതൊക്കെ എഴുതി നമുക്ക് സമയം കളയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? K എന്ന് മാത്രം ഇടുന്നത്. സോ ബെറ്റർ K എന്ന് ഇട്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ആൻസർ ലൈക്ക് 2KQ ഡിവൈഡഡ് ബൈ d മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ വാട്ട്? KQ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. സോ ദാറ്റ് ബിക്കംസ് 2 ഡിവൈഡഡ് ബൈ d മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/x. അപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുകയാണ് 2 ഡിവൈഡഡ് ബൈ d മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? 1/x. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2x ഇസ് ഈക്വൽ ടു d മൈനസ് എക്സ്, 2x പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു d, 3x ഇസ് ഈക്വൽ ടു d, x is equal to d by 3. കിട്ടിയില്ലേ? അതായത് d by 3 ഡിസ്റ്റൻസിൽ, അതായത് x എപ്പോഴാണോ d by 3 ഡിസ്റ്റൻസ് ആവുന്നത് അവിടെ എന്തായിരിക്കും? നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ Q ചാർജിൽ നിന്നും d by 3 ഡിസ്റ്റൻസിലും മൈനസ് 2Q ചാർജിൽ നിന്നും 2d by 3 ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക? 0 ആവും. സോ ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. ഇതൊരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആലോചിക്കേണ്ടത് രണ്ട് ചാർജ് അല്ലെങ്കിൽ എത്ര ചാർജ് ആയിക്കോട്ടെ, രണ്ട് ചാർജിൻ്റെയാണ് മെയിനായിട്ട് ചോദിക്കുക, ബേസിക് ആയിട്ട് ചോദിക്കുക. രണ്ട് ചാർജുകളുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു പോയിന്റിൽ എവിടെയാണ് പൊട്ടൻഷ്യൽ 0 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു ടെക്നിക്കാണത്. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക? നമ്മൾ ഓൾജിബ്രൈക്കിൽ ആഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഇക്വേറ്റഡ് ടു 1, 0. ദെൻ വി കാൽക്കുലേറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം. ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 5 centimeter is charged such that potential on its surface is 10 volt. What is the potential at the center of the sphere എന്നാണ് ചോദ്യം.
അപ്പോൾ നമുക്കൊരു ഹോളോ മെറ്റൽ സ്ഫിയർ ഉണ്ട്. അതിൻ്റെ റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്, എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹോളോ മെറ്റൽ സ്ഫിയർ ആണ്. ഒരു മെറ്റാലിക് എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ടറാണ്. കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോളോ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഹോളോ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പുറത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഹോളോ മെറ്റാലിക് സ്ഫിയറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ പുറത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഗോസ് തിയറത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കാണുന്നതാണ്. ഗോസ് തിയറത്തിൻ്റെ റിസൾട്ട് പ്രകാരം നമ്മൾ കാണുന്നതാണ്. ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി മെറ്റാലിക് സ്ഫിയർ. കണ്ടക്ടർ ആയിട്ടുള്ള ഒരു ആളുടെ ഉള്ളിൽ എന്തില്ല ഇലക്ട്രിക് ഫീൽഡ്? കാരണം അതിനകത്ത് എന്തില്ല? ചാർജ് എൻക്ലോസ് ചെയ്യുന്നില്ല. എല്ലാ മെറ്റാലിക് ആയിട്ടുള്ള ആൾക്കാരുടെയും സർഫസിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ചാർജ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അകത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നത് നമുക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം? അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ട്. അതിനകത്ത് ഒരു ഫോമുല നമുക്കുണ്ട്. ദർ ഇസ് എ ഫോമുല റിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഇസ് E is equal to minus dV/dr. It's a strong formula suggesting the relation between electric field and potential difference. ഈ dV/dr എന്ന് വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് ഡിസ്റ്റൻസ്. ആൻഡ് E is equal to what? Minus dV/dr എന്ന നെഗറ്റീവ് കാണിക്കുന്നതിന്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കുക. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഓൾവേസ് ഡിക്രീസസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ മീനിങ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇൻസൈഡ് നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി സ്ഫിയർ ഇസ് വാട്ട്? 0. അപ്പോൾ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് 0 is equal to what? Minus dV/dr എന്ന് എഴുതിക്കൂടെ? സോ ഇൻസൈഡ് വാട്ട് ഇസ് മൈനസ് dV/dr? dV/dr അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? ദി V വാല്യൂ ഇസ് വാട്ട്? കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഗ്രേഡിയന്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഒരു ഡെറിവേറ്റീവ് 0 ആയി കഴിഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്റർ കിടക്കുന്ന പാർട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ബേസിക് ലോജിക്. സോ V ഇസ് കോൺസ്റ്റന്റ് ഇൻസൈഡ് ദ മെറ്റാലിക് സ്ഫിയർ. Therefore the potential on its surface is 10 volt. അതായത് സർഫസിൽ 10 വോൾട്ട് ആണ്. അപ്പൊ സർഫസിന് അകത്തുള്ള ഒരു പോയിന്റിൽ എന്ത് തന്നെയായിരിക്കണം? 10 വോൾട്ട് തന്നെ ആയിരിക്കണ്ടേ? കാരണം അകത്ത് എല്ലായിടത്തും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. സർഫസിൽ 10 വോൾട്ട്, ജസ്റ്റ് താഴെയുള്ള പോയിന്റിൽ എന്തായിരിക്കണം? 10 വോൾട്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് അകത്ത് എന്ത് തന്നെ ആയിരിക്കണം? 10 വോൾട്ട് ആയിരിക്കണം. അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്പെറിക്കൽ ഒബ്ജക്റ്റിന്റെ സർഫസിൽ എന്ത് പൊട്ടൻഷ്യൽ ആണോ അത് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? അകത്തുള്ള എല്ലാ പോയിന്റിലും എന്ത് ചെയ്യുക? കിട്ടുക. ഇലക്ട്രോൺ സ്റ്റൈലിൽ നമുക്കൊരു ഡെറിവേഷൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴും എന്ത് ചെയ്യും? അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എനിവേ 10 വോൾട്ട് ആണ് അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എങ്കിൽ തീർച്ചയായിട്ടും അകത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും എന്ത് തന്നെയായിരിക്കും? 10 വോൾട്ട് തന്നെയായിരിക്കും. അതിന് യാതൊരു ചേഞ്ചും ഇല്ല. അടുത്ത ചോദ്യം, why there is no work done in moving a charge from one point to another on an EQ potential surface? Why there is no work done in moving a charge from one point to another on an EQ potential surface? നമ്മൾ ആ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്ക് EQ potential surface. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിലല്ലേ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ഇസ് EQ potential surface? വാട്ട് ആർ EQ potential surface? അത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കണം. So here I am having an EQ potential surface that is at every point, each and every point of the surface having same potential. So I am marking some random points. Say let it be this is A and this is what? B. Okay. രണ്ട് റാൻഡം പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. ഒരു EQ പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോളൂ, പൊട്ടൻഷ്യൽ അറ്റ് A ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് B. പൊട്ടൻഷ്യൽ അറ്റ് A ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് B. VA ഈക്വൽസ് വാട്ട്? VB. രണ്ട് സ്ഥലത്തെയും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തുകൊണ്ട് വർക്ക് ഡൺ ഇല്ല? നമുക്ക് പല രീതിയിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. യു നോ ദാറ്റ് വാട്ട് ഇസ് ദ ബേസിക് ഫോർമുല ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കുറച്ച് മുന്നേ പറഞ്ഞാണ് VAB is equal to what? WAB divided by what? Q ആണെന്ന് പറഞ്ഞിരുന്നു. From this formula I can write the work done from A to B. I can define the formula from work done from A to B is what? VAB multiplied by Q is equal to what? WAB. ശരിയാണ്. VAB multiplied by Q is equal to what? WAB. That is, the potential difference between A and B multiplied by Q is the work done from A to B. VAB multiplied by Q ആണ് WAB എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വി എ ബി എന്ന് വെച്ചാൽ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ എഴുതുന്നു വെച്ചാൽ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് എ മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ബി ഇൻ ടു വാട്ട് ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി എന്നാണ് പറയുക. ശരിയല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു ഡബ്ല്യു ഈ വി എയും വി ബി എന്താണ് ആക്ച്വലി സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. സോ വി എയും വി ബിയും സെയിം ആയ സ്ഥിതിക്ക് ദാറ്റ് ബിക്കംസ് 0 ഇൻറ്റു ക്യൂ ഇസ് നത്തിങ് ബട്ട് 0. ശരിയാണ്, അങ്ങനെയാണ് വർക്ക് 0 ആയി പോകുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇതൊരു ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്, അതിനെന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്, വാട്ട് ഇറ്റ് ഈസ് ഹാവിങ്. പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അല്ലേ. ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റിയാണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ദെൻ വാട്ട് മേക്സ് എ ഡിഫറൻസ്. നമ്മൾ നേരത്തെ ഒരു വർക്ക് ഡണിന്റെ ഫോമുല കണ്ടിരുന്നു. ഞാൻ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ ഒന്ന് സ്വിച്ച് ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോമുല ഒന്ന് റീകളക്ട് ചെയ്യാലോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വർക്കിന്റെ ഫോമുല, ഓർക്കുന്നുണ്ടോ? എഫ് ഡി കോസ് തീറ്റ. ആ ഒരു റിസൾട്ട് വെച്ച് നമുക്കത് ഇവിടെയും പറയാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ക്യു ഇ ഡി അല്ലെങ്കിൽ ക്യു ഇ ഡി കോസ് തീറ്റ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഇസ് എ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ അതൊന്ന് നോക്കുക. നമുക്ക് ആ ഒരു സെൻസിലേക്ക് വന്നാൽ ഈ കേസിൽ വർക്ക് ഡൺ 0 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ക്യൂ ഇൻറ്റു ഇ ഡി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. കാരണം ക്യു ഇ ഡി കോസ് തീറ്റയാണ് വർക്കിന്റെ ഫോമുല. ഞാൻ നേരത്തെ എക്സ്പ്രഷൻ കാണിച്ചതാണ്. അപ്പോൾ വർക്ക് 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം ക്യൂ ഒരിക്കലും 0 അല്ല, ഇ ഒരിക്കലും 0 അല്ല, ഡി ഒരിക്കലും 0 അല്ല, പിന്നെ കോസ് തീറ്റ മാത്രമാണ് 0 ആവാൻ ചാൻസ് ഉള്ളത്. അതിൻ്റെ അർത്ഥം തീറ്റ ഈക്വൽസ് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ്. ഒരു ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് വാട്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്ക് cos 90 0 and the end work done to be 1 0. അപ്പോൾ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആകുമ്പോൾ വർക്കിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് ആണ്. എല്ലാ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വർക്കിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നർത്ഥം. ഇനി മറ്റൊരു ചോദ്യം കൂടെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം കൂടെ നമുക്കൊന്ന് ഇതിനകത്തൊന്ന് ക്ലബ് ചെയ്തിട്ട് പോകാമല്ലോ. ഇതൊരു ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് അല്ലേ. ശരി, നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അതിനകത്തൊരു ചോദ്യം എക്സ്ട്രാ പറയാം. സപ്പോസ് ദിസ് ഇസ് ആൻ ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഞാൻ ഇവിടെ നിന്ന് ഈ 2 പോയിന്റിൽ നിന്ന് ഒരു വയർ കണക്ഷൻ എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് 2 വയർ കണക്ഷൻസ്. എന്നിട്ട് ഞാനൊരു ബൾബിലോട്ട് അത് കണക്ട് ചെയ്യും. ഓക്കെ, ഒരു ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. ആ ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിലെ 2 പോയിന്റ്സ് ആണ് എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും ഞാൻ കണക്ഷൻ എടുക്കുന്നു, ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നു. എൻ്റെ ചോദ്യം, വിൽ ദ ബൾബ് ഗ്ലോ, വിൽ ഇറ്റ് ഗ്ലോ? ഈ ബൾബ് കത്തുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഒറ്റയടിക്ക് പറഞ്ഞാൽ ഈ ബൾബ് എന്ത് ചെയ്യില്ല, കത്തില്ല. സോ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ ലൈൻ റീസൺ എന്ന് പറയുന്നത്. ഇത് കത്താനുള്ള പോസിബിലിറ്റി ഇല്ല, നോ പോസിബിലിറ്റി. വൈ? എന്തുകൊണ്ടായിരിക്കും? ആലോചിച്ചാൽ കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി ഒരു സർക്യൂട്ടിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, കറണ്ടിൻ്റെ ഫ്ലോ വേണം, ശരിയല്ലേ? ഇറ്റ് റിക്വയർസ് എ കറണ്ട് ഫ്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്ന സാധനം വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. അതായത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ നടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ ഉണ്ടോ? എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ അല്ലേ. ദാറ്റ് മീൻസ് എല്ലാ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് നോ വർക്ക് ഡൺ. അവിടെ വർക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ ബൾബ് എന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യില്ല. ഇറ്റ് ഡസൻറ്റ് ഗ്ലോ ബിക്കോസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു സർക്യൂട്ടിൽ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡിവൈസിന്റെ 2 അറ്റത്തും 2 എഡ്ജിനും ഇടയിൽ എന്തുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഒരു സ്ഥലത്ത് ഹൈ പൊട്ടൻഷ്യലും മറ്റേ സ്ഥലത്ത് എന്താണ്, ലോ പൊട്ടൻഷ്യലും ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഡിവൈസിനെ വർക്ക് ചെയ്യാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ കൊടുത്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് എ term that is associated with this kind of questions. Okay, moving on to the next question, that is 3 capacitors, each of capacitance 9 picofarad, are connected in series. What is the total capacitance of the combination? What is the potential difference across each capacitor if the combination is connected to a 120 volt supply? നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. 3 കപ്പാസിറ്റർ ഉണ്ട്. 9 പൈക്കോഫാരഡിന് 3 കപ്പാസിറ്റർ, ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ നമുക്കൊന്ന് വരച്ചേ നോക്കല്ലേ. 3 കപ്പാസിറ്റർ, സീരീസ് അല്ലേ. സീരീസ് ആണെങ്കിൽ എന്താ പ്രശ്നം, എന്താ ഗുണം?
എല്ലാവർക്കും എന്തായിരിക്കും ചാർജിൻ്റെ സ്റ്റോറേജ് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ. ചാർജ് വിൽ ബി വാട്ട് സെയിം. നമ്മളിതിനൊരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, കാരണം ബാറ്ററിയുടെ ക്വസ്റ്റ്യൻ അവർ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കപ്പാസിറ്റൻസ് എന്താണ് സെയിം ആണ് അല്ലേ. 9 പൈക്കോഫാരഡ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇറ്റ് ഈസ് വാട്ട് 9 PF, സിംപ്ലി 9 PF. 9 PFൻ്റെ 3 കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഇൻ സീരീസ് കണക്ഷൻ. സോ 3 പേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ വാട്ട് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? ടോട്ടൽ കപ്പാസിറ്റൻസ് വെച്ചിരിക്കുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ എഴുതാണ്. സി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇവിടെ എല്ലാ സികളും ഐഡന്റിക്കൽ അല്ലേ. C1ഉം C2ഉം C3 ഒക്കെ ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, 3 ടൈംസ് 1/C എന്ന് മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഇസ് 3 ടൈംസ് 1/9. 9 ക്യാൻസൽ, 3 9 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1/3 എന്നായിരിക്കും കിട്ടുക. ദാറ്റ് ഇസ് ആക്ച്വലി 1/C effective ഓൺലി. ഓക്കെ, അത് 1/C effective മാത്രമായിരിക്കും നമുക്ക് C effective അല്ല കിട്ടുന്നത്. C effective എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായിരിക്കും? എൻ്റെ റെസിപ്രോക്കൽ എടുക്കുക അല്ല. C effective is equal to what? 3 picofarad, 3 PF. So that is the condition. Is that okay? ഇത് ക്ലിയർ അല്ലേ? ആ പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? 9 പൈക്കോഫാരഡിൻ്റെ 9 പേരെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 9 ഇൻറ്റു 1/9 ഇൻറ്റു എന്തായിരിക്കും? 3 ആയിരിക്കും വരിക. 3 and 9 get cancels, 1/3 വരും. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 3 പൈക്കോഫാരഡ്, ദാറ്റ് ഇസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. സീരീസ് കോമ്പിനേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സീരീസ് കോമ്പിനേഷൻ്റെ ലോജിക്കും ഇത് തന്നെയാണ് കേട്ടോ. ശരി, അപ്പോൾ സി ഇഫക്റ്റീവ് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. Moving on to the second question, what is that? What is the potential difference across each capacitor if the combination is connected to 120 volt supply? അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്ററുകളെല്ലാം പിടിച്ച് എന്ത് ചെയ്യണം, ഒരു 120 വോൾട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. കൊടുത്തിരിക്കുന്നത് 120 വോൾട്ടാണ്. ഈ എല്ലാ കപ്പാസിറ്ററും സെയിം ആണെങ്കിൽ പിന്നെ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ആൾക്കാർക്ക് കിട്ടുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ V1 V2 V3 എന്ന് വിളിക്കാം. V1 V2 and V3. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് V1 പ്ലസ് V2 പ്ലസ് V3 is equal to V. ടോട്ടൽ വോൾട്ടേജ് അല്ലേ. ഓരോ ആൾക്കാരും കൺസ്യൂം ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മൊത്തം പൊട്ടൻഷ്യൽ കിട്ടും. ശരിയല്ലേ? ഇവിടെ നമുക്ക് V തന്നിട്ടുണ്ട്, എത്രയാണ്? 120 വോൾട്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി വാട്ട് ഇസ് V1? ഒന്നാമത്തെ ആളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി Q/C ആണല്ലേ. Q/C, Q divided by C1 plus Q divided by C2 plus Q divided by C3. ഇങ്ങനെ നമ്മൾ എഴുതുക. അങ്ങനെയല്ലേ നമുക്ക് ആ 1/C1 plus 1/C2 plus 1/C3 ഫോമിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ C1ഉം C2ഉം C3 ഒക്കെ സെയിം ആണ്, കാരണം എല്ലാവരുടെയും കപ്പാസിറ്റൻസ് വാല്യൂ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ Q/C എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് V1 V2 V3 എല്ലാവർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡിവിജ്വലി ആ കിട്ടുന്ന ഡിവൈസുകൾക്ക് എല്ലാം കിട്ടുന്ന പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദാറ്റ് ബിക്കംസ് V1 plus V2 plus V3 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. V plus V plus V എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഇസ് 3 ടൈംസ് ദി പൊട്ടൻഷ്യൽ ഓഫ് സിംഗിൾ കപ്പാസിറ്റർ. 3 ടൈംസ് V1 എന്നെല്ലാം കൊടുക്കാം. 3 ടൈംസ് V1 is equal to what? 120. Then V1 is equal to nothing but 120 divided by 3. The answer is what? 40 volt. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 40 വോൾട്ട് ആണെങ്കിൽ അടുത്ത ആൾക്ക് എത്രയായിരിക്കും കിട്ടുക? 40 വോൾട്ട് ആയിരിക്കും. അടുത്ത ആൾക്ക് എത്രയായിരിക്കും? 40 വോൾട്ട് ആയിരിക്കും കിട്ടുക. അങ്ങനെ 40 പ്ലസ് 40 പ്ലസ് 40, അങ്ങനെയാണ് ടോട്ടൽ വോൾട്ടേജ് എന്ത് ചെയ്യുക? 120 ആയിട്ട് എന്ത് ചെയ്യുക? വരിക. ബിക്കോസ് ദിസ് ഇസ് എ സീരീസ് കോമ്പിനേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസിനകത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ പ്ലേ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം. അത് നിങ്ങൾ നോക്കുക, പോസ് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക, പിന്നെ നോക്കുക, എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. യെസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ലാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു എന്താ പറയുക, ഇതിനകത്തൊരു കൺസെപ്ഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പൊട്ടൻഷ്യലായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വരുന്നൊരു ചോദ്യമാണത്. ഇലക്ട്രിക് ചാർജസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓൺ ദി സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ റബ്ബർ ബലൂൺ ഷോ ഹൗ ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ വേരി ഓൺ ദ സർഫസ്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സർഫസ്. 3 കേസുകളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ 3 കേസ് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്ഫെറിക്കൽ റബ്ബർ ബലൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റബ്ബർ ബലൂൺ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് റബ്ബർ എന്ന് പറയുന്ന മെറ്റീരിയൽ ആക്ച്വലി ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇൻസുലേറ്റഡ് ഹോളോ സ്ഫിയർ. ഇൻസുലേറ്റഡ് ഹോളോ സ്ഫിയർ എന്ന് പറയുന്നതിന് പകരമാണ് അവർ സ്ഫെറിക്കൽ റബ്ബർ ബലൂൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബലൂൺ ഹോളോ അല്ലേ, അകത്തൊന്നുമില്ലല്ലോ, റബ്ബറൈസ്ഡ് മെറ്റീരിയൽ ആണ്. സോ നമുക്ക് നോക്കാം, ഒരു
ഹോളോ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ സ്പെറിക്കൽ ഒബ്ജക്ട്സിൽ എല്ലാ ആൾക്കാരുടെയും പ്രോപ്പർട്ടി സെയിം ആണ്, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്രോപ്പർട്ടി എന്താണ് സെയിം ആണ്. ദാറ്റ് ഈസ് ആരാണ് ആ ഒരാളെന്ന് വെച്ചാൽ പറഞ്ഞില്ല, നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള സോളിഡ് സ്ഫിയറിൻ്റെ പ്രോപ്പർട്ടി മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ I can say that this is a sphere which is having a radius of what? Let it be some r or something. Capital R എന്ന് കൊടുക്കാം കേട്ടോ, ക്യാപിറ്റൽ ആർ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒക്കെ എങ്ങനെയാണ് ഇതിനകത്ത് വേരി ചെയ്യുന്നത്, എങ്ങനെയാണ് മാറുന്നത്. ഉറപ്പിച്ച് പറയാം, ഹോളോ അല്ലേ, അകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കംപ്ലീറ്റ്ലി എന്താണ്? 0 ആണ്. അപ്പോൾ അകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻസൈഡ്, ഞാൻ ആദ്യം ഇൻസൈഡ് പറയാം. ഇൻസൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇൻസൈഡോ ഔട്ട്സൈഡോ എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. ഓൺ ദ സർഫസോ ഇൻസൈഡ് എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. നമുക്ക് പറയാമെന്ന കേസുകൾ ഞാൻ പറഞ്ഞത് മാത്രം. അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഇസ് വാട്ട്? കോൺസ്റ്റന്റ്. ഇനി സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് വളരെ സിമ്പിൾ ആണ്. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ നമുക്ക് ഇതേ കെ ക്യൂ ബൈ എന്ത് ചെയ്യാം? r² എന്ന് ഉപയോഗിച്ചാൽ മതി. കെ ക്യൂ ബൈ r² ഇസ് നത്തിങ് ബട്ട് ക്യൂ എന്ന് പറയുന്നത് ഈ സർഫസിലുള്ള മൊത്തം ചാർജാണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കെ ക്യൂ ബൈ എന്താണ്? r ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് r², മറ്റെന്താണ്? r ആണ് അല്ലേ. ഇനി ഈ സർഫസിൽ കാണുന്ന അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് നിങ്ങൾക്ക് അകത്തും കാണാൻ സാധിക്കുക. അതായത് സർഫസിലെ പൊട്ടൻഷ്യലും ഇൻസൈഡ് പൊട്ടൻഷ്യലും എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് വാട്ട് ബേസിക്കലി കെ ക്യൂ ബൈ ആർ. ഓക്കെ, ഇനി സർഫസിലെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി എന്താണ് ഔട്ട്സൈഡ് പോയിന്റിലെ കാര്യം? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഔട്ട്സൈഡ് പോയിന്റ് എടുക്കണമെങ്കിൽ ഔട്ട്സൈഡ് പോയിന്റ് ഡിസ്റ്റൻസ് എടുക്കണം നിങ്ങൾ. ഞാൻ പറയുകയാണ് സെൻറ്ററിൽ നിന്ന് അത്ര r ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഔട്ട്സൈഡിൻ്റെ പകരം ഞാൻ എഴുതാൻ പോകുന്നു. ഈ ഔട്ട്സൈഡ് വിൽ ബി വാട്ട്? ഈ ഔട്ട്സൈഡ് നത്തിങ് ബട്ട് k ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ സ്മോളർ r² ആൻഡ് v out is equal to what? k into q divided by smaller r. So kq by r² and kq by r, that is e out and v out. ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡും ഔട്ട്സൈഡ് പൊട്ടൻഷ്യലും ഞാൻ എഴുതി. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡും സർഫസ് പൊട്ടൻഷ്യലും ഞാൻ എഴുതി. അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ദി ബേസിക് ഐഡിയ. ഈ പ്രോപ്പർട്ടി, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി എല്ലാവർക്കും സെയിം ആണ്, എക്സെപ്റ്റ് ഒരു സ്ഫിയർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സെയിം ആണ്. ഏതാണ് ആ സ്ഫിയർ? നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി എന്താണ്? സെയിം ആണ്. അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0, അതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ്. സർഫസിൽ വരുമ്പോഴത്തേക്ക് അത് കെ ക്യൂ ബൈ ക്യാപിറ്റൽ r², പൊട്ടൻഷ്യൽ ആകുമ്പോഴത്തേക്ക് അത് കെ ക്യൂ ബൈ ആർ. ഇനി നിങ്ങൾ പുറത്തേക്ക് പോകുന്നതോറും ആറിൻ്റെ വാല്യൂ മാത്രം എന്ത് ചെയ്താൽ മാറ്റി കൊടുത്താൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, r², r, ക്യാപിറ്റൽ r², ക്യാപിറ്റൽ ആർ. ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, ശരിയല്ലേ? സെറ്റാണോ അത്? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 5 microfarad capacitor is charged by a 100 volt supply. The supply is then disconnected and the charged capacitor is connected to another uncharged 3 microfarad capacitor. How much electrostatic energy of the first capacitor is lost in the process of attaining this steady situation? It's a very good question. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞു എക്സ്പ്ലനേഷനുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കളയരുത്, ഏറ്റവും എളുപ്പമുള്ളതാണ്. 5 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്, 100 വോൾട്ട് സപ്ലൈയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 5 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. സോ ദിസ് കപ്പാസിറ്റർ ഇസ് ഹാവിങ് സം capacitance of 5 microfarad and that is being connected to a 100 volt supply. Okay, the supply is then disconnected and another uncharged 3 microfarad capacitor is connected. അതായത് നിങ്ങൾ ഈ 100 വോൾട്ട് അടങ്ങുന്ന ബാറ്ററി അങ്ങ് ഡിസ്കണക്ട് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്തു? 5 വോൾട്ടിനെ നിങ്ങൾ 3 വോൾട്ടായിട്ട് ക്ലബ് ചെയ്തു, കണക്ട് ചെയ്തു. ആ കണക്ഷന് ശേഷമുള്ള പ്രോസസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇവിടെ നടക്കുന്ന പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? യു ക്യാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദി ചാർജ് സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ. ദാറ്റ് ഇസ് ക്യൂ. ക്യൂ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ക്യൂ? ക്യൂ ഇസ് ഈക്വൽ ടു സി വി അല്ലേ. സി വി എന്ന് പറയുമ്പോഴത്തേക്കും 5 മൈക്രോഫാരഡ്, ദാറ്റ് ഇസ് 5 ഇൻറ്റു 10⁻⁻⁶ ഇൻറ്റു വാട്ട്? 100 വോൾട്ട് ഇസ് വാട്ട്? 10 സ്ക്വയർ. So the answer becomes 5 into 10⁻⁴ കൂളം. ശരിയല്ലേ? ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 5 into 10⁻⁴ കൂളം ആയിരിക്കും. ചാർജ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ ആണോ? യെസ്. ഇനി ചാർജ് കിട്ടി, നമുക്ക് കപ്പാസിറ്റൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സംഭവിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കണക്ട് ചെയ്യണം അല്ലേ.
അതായത് 5 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ നമ്മൾ നേരെ എടുത്ത് എന്ത് ചെയ്യണം 3 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററായിട്ട് എന്ത് ചെയ്യണം കണക്ട് ചെയ്യണം. യു ആർ കണക്ടിങ് with 5 microfarad and 3 microfarad together. So this is what 5 microfarad capacitor and this is what a 3 microfarad capacitor. Okay. ഇങ്ങനെ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എന്ത് ചെയ്യും എത്തിച്ചേരും. ദാറ്റ്സ് കോൾഡ് വാട്ട് കോമൺ പൊട്ടൻഷ്യൽ. അപ്പോൾ 5 മൈക്രോഫാരഡ് ആൻഡ് 3 മൈക്രോഫാരഡ് ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് എന്ന് കമ്പയർ ചെയ്യുമ്പോൾ കാര്യം? ഒരു കാര്യം മനസ്സിലാക്കുക, ബാറ്ററിയിൽ നിന്ന് നിങ്ങൾ മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോളൂ, അത് ചാർജ് റിമൈൻസ് വാട്ട് കോൺസ്റ്റന്റ്. അതായത് ഇതിനകത്തുള്ള ടോട്ടൽ ചാർജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനൊരു യാതൊരു മാറ്റമില്ല. പിന്നെ ഇത് പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ സി എഫക്റ്റീവ് എത്രയായിരിക്കും? 5+3. ഡയറക്റ്റ് നമുക്ക് ആഡ് 8 മൈക്രോഫാരഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. സോ പ്രീവിയസ് ഉള്ള അതേ ചാർജ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെയും കിട്ടാൻ പോകുന്നത്. അതിനൊന്നും യാതൊരു മാറ്റമില്ല. പക്ഷെ നമുക്ക് ഇതല്ല കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഓഫ് ദി ഫസ്റ്റ് കപ്പാസിറ്റർ ലോസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് ദി സ്റ്റഡി സിറ്റുവേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഒന്നാമത്തെ കപ്പാസിറ്റർ എനർജി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഈ ജോയിനിങ് വഴി കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിന് ഒറ്റ മാർഗ്ഗമുള്ള ആദ്യത്തെ എനർജി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇവിടുത്തെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഹാഫ് CV² ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഹാഫ് CV², ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു C is nothing but 5 into 10 raised to minus 6 into 100 എന്ന് പറയുമ്പോഴത്തേക്കും 10 square അല്ലേ? So the energy in the first case is 5/2 is nothing but 2.5 into 10 raised to minus 4 joules ആണ് നിങ്ങളുടെ ആദ്യത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരുന്ന എനർജി എന്ന് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോഴത്തെ എനർജി കണ്ടുപിടിക്കാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ദി എനർജി ഇൻ ദി ഫൈനൽ കേസ് EF is equal to half into C effective, ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന കപ്പാസിറ്റൻസിൻ്റെ ടോട്ടൽ കോമ്പിനേഷൻ C effective into V² എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഏത് പൊട്ടൻഷ്യലാണ്? V കോമൺ സ്ക്വയർ ആയിരിക്കും. കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. എങ്ങനെയാണ് കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? അപ്പോൾ C effectiveനൊന്നും വലിയ നമുക്ക് പാടൊന്നുമില്ല. EF is equal to final is equal to half multiplied by C effective. C effective എന്ന് പറഞ്ഞാൽ 5+3 എത്രയാണ്? 8 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 8 into 10 raised to minus 6 into കോമൺ പൊട്ടൻഷ്യൽ. എങ്ങനെ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും? സിമ്പിൾ ഫോമുലേ ഉള്ളൂ. കോമൺ പൊട്ടൻഷ്യൽ ഫോമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊട്ടൻഷ്യൽ ഫോമുല ആലോചിച്ചാൽ മതി. V is equal to എന്താണ്? Q/C അല്ലേ? Q/C. ഇപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ V is equal to Q/ എന്തായിരിക്കും? C effective ആയിരിക്കും. ഇത് നിങ്ങളുടെ ടോട്ടൽ ചാർജ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ദാറ്റ് ഇസ് Q total by C effective. ദാറ്റ് ഇസ് എ കോമൺ പൊട്ടൻഷ്യൽ. അതായത് ഈ സിസ്റ്റത്തിന് കിട്ടുന്ന കോമൺ പൊട്ടൻഷ്യൽ എത്രയാണ്? Q total എത്രയാണ്? അത് നേരത്തെ Q ആയിട്ട് എന്താണ്? സിമിലർ ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഉള്ളതും ഇപ്പോൾ ഉള്ള ചാർജ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് V is equal to Q total എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക? 5 into 10 raised to minus 4 divided by C effective എന്ന് പറഞ്ഞാൽ 5+3. That is what 8 microfarad. That is 8 into 10 raised to minus 6. This is what the value for common potential. 5/8 അവിടെ നിൽക്കട്ടെ. ദാറ്റ് ഇസ് V com is equal to 5 divided by 8 multiplied by 10 raised to minus 4 അവിടെ നിൽക്കുന്നു into 10 raised to what? 6 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് 10 raised to 2 ആയിട്ട് എന്ത് ചെയ്യും? മാറും. സോ ദാറ്റ് ഇസ് 500 divided by what? 8. This is the common potential. 500/8 നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് അല്ലേ? 500 നമുക്ക് 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ. ദാറ്റ് ഇസ് 250 divided by what? 4 എന്ന് കിട്ടും. നമുക്ക് 250 divided by 4 എന്നോ അല്ലെങ്കിൽ അതിന് നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യാം. 125/2 എന്നായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ക്യാൻ ബി ആക്ച്വലി റെഡ്യൂസ്ഡ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. എനിവേ എന്തോ ആയിക്കോട്ടെ. ദിസ് ഇസ് വാട്ട് V com ഫോർ ഷുവർ. ഇത്രയും വരെ ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ അല്ലേ? യെസ്. ഇത്രയും വരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഫിഗേഴ്സ് നേരത്തെ എടുത്തിട്ട് കൊടുത്താൽ മതി. ഈ കാണുന്ന ഫിഗർ ജസ്റ്റ് എടുത്തിട്ട് കൊടുക്കുക. അതെ, EF is equal to half into 8 and 10 raised to minus 6 into V com square. V com square എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ആളുടെ എന്താണ്? സ്ക്വയർ എടുത്താൽ മതി. സോ അൾട്ടിമേറ്റ്ലി ഞാനിവിടെ എഴുതാൻ പോവാണ് 125 divided by 2 the whole square. ശരിയാണോ? 125 divided by 2 whole square ആയില്ലേ? 500 എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഇസ് 250 divided by 4. That is what? 125 divided by 2. So that is the ultimate answer. അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇറ്റ്. 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 വരും. ഈ ഫൈനൽ ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 4 into 10 raised to minus 6 into 125 square divided by what? 4 again. 4 ക്യാൻസൽ ചെയ്ത് പോകും. 125ൻ്റെ സ്ക്വയർ എടുത്താൽ മതിയാവും. അതേ into 10 raised to minus 6
സോൾവ് ചെയ്യുക, നമുക്ക് ഡിഫറൻസ് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ പോവാണ്. ഫൈനൽ എനർജി എത്രയായിരുന്നു? തുടക്കത്തിൽ എനർജി 2.5 ആയിരുന്നു അല്ലേ? 2.5 എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. 2.5 മൈനസ് that much of figure, that is 125 square into 10 raised to minus 6. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഡ്രോപ്പ് ചെയ്യുക. ദിസ് ഇസ് ദിസ് സ്റ്റെപ്പ് ആക്ച്വലി. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ കപ്പാസിറ്റർ എനർജി എടുക്കുന്നു, രണ്ടാമത്തെ സിസ്റ്റത്തിൽ എനർജി എടുക്കുന്നു, ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ഒരു കപ്പാസിറ്റർ നിന്ന് മറ്റൊരു കപ്പാസിറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഓൾവേസ് റിഡ്യൂസസ് സം എമൗണ്ട് ഓഫ് വാട്ട്? എനർജി. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഈ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. നമുക്ക് എത്ര നോക്കാം? 2.5 എന്ന് ബാക്കി എത്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ. എത്രമാത്രം എനർജി നഷ്ടപ്പെട്ടെന്ന് എന്ത് ചെയ്യാൻ നോക്കാം. ഇനി രണ്ട് കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, മറ്റേ നമ്മൾ അൺചാർജ് കപ്പാസിറ്റർ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ലോസ്റ്റ് ആവുന്ന ആൾ എന്തായിട്ടാണ് പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. വാട്ട് ഇസ് ദ ഫോമാറ്റ് ഓഫ് കൺവേർഷൻ? എങ്ങനെയായിരിക്കും ആ എനർജി കൺവേർട്ട് ആവുക? ഒബ്വിയസ്ലി ആ എനർജി കൺവേർട്ട് ആവുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദാറ്റ് ഇസ് ആക്ച്വലി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്, അങ്ങനെയൊക്കെയാണ് പോവുക. ദാറ്റ് ഈസ് നിങ്ങളൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, പെട്ടെന്ന് ദൂരിയെടുക്കുന്നു, അടുത്ത കപ്പാസിറ്ററോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ കണക്ഷൻ പ്രോസസ്സിൽ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു സ്പാർക്ക് പോലെ അല്ലെങ്കിൽ ഒരു സൗണ്ട് പോലെയൊക്കെ എന്ത് ചെയ്ത് പുറത്തേക്ക് റിലീസ് ചെയ്യും, കുറച്ച് ഹീറ്റായിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. സോ ദിസ് മച്ച് ഓഫ് എനർജി ഇസ് ആക്ച്വലി ബീങ് ലോസ്റ്റ് ഇൻ ദിസ് പ്രോസസ് ഓഫ് ജോയിനിങ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഫോമുലായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇനിഷ്യൽ എനർജി മൈനസ് ദി ഫൈനൽ എനർജി. അപ്പോൾ ഫൈനൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ കണക്ഷൻ ശ്രദ്ധിക്കുക, സി എഫക്റ്റീവ് എടുക്കുക, മാത്രമല്ല ഇവിടെ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്താ? ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ദി സി എഫക്റ്റീവ്. ഓക്കെ, സോ അത്രയാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ ആഗ്രഹിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് നിന്ന് ഈ വീഡിയോ വരെയുള്ള നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പ്രാക്ടീസ് ഔട്ട് ചെയ്യുക. ഐ എം വെരി മച്ച് ഷുവർ ഇതിൽ നിന്ന് ഒരുപാട് ഇതിൻ്റെ വെറൈറ്റീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്ഷ്യൽ ഐഡിയാസ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ അത്യാവശ്യം ഗ്രിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അച്ചീവ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും? പറയും. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനോടെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യാം? കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.